ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു ചെറിയ ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് അമ്മയ്ക്ക് വയ്യ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് കാണിക്കാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടിച്ചു വാരാൻ വേണ്ടി പോയിട്ടോ 4 ഭാഗം അടിച്ചു വാരിയപ്പോൾ നല്ല പൊടിയായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പറമ്പിലോട്ട് പോയി അവിടുത്തെ കുറേ വാഴയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അവിടെ അടിച്ചു വാരി. അവിടെ നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നേരെ കിങ്ങിണീൻ്റെ അടുത്ത് പോയി. കിങ്ങിണി നല്ല ഉറക്കമായിരുന്നേ. കിങ്ങിണിയും വാവയും കൂടെ വൈകുന്നേരം നല്ല കളിയായിരുന്നു. കളിച്ച് കിങ്ങിണിക്ക് വാവയ്ക്ക് നല്ല ക്ഷീണം. അപ്പോൾ വാവ എനിക്ക് വീഡിയോ എടുത്തു തന്നു. കിങ്ങിണി നല്ല ഉറക്കമാണ്. എന്നിട്ട് ഞാൻ അടിച്ചു വാരി വന്നു. അപ്പം ഞാൻ ഇപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞ റൂമിലാണ് അമ്മ കിടക്കുന്നത് കേട്ടോ. അമ്മ നല്ല ഉറക്കമാണ്. അപ്പം അമ്മയെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. പിന്നെ എൻ്റെ നാട് ഇവിടെയൊന്നുമല്ല കേട്ടോ. എൻ്റെ നാടങ്ങ് കണ്ണൂർ തലശ്ശേരിയാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വാടക വീട്ടിലാണ്. പിന്നെ വെച്ചാൽ ഈ ജോലിയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു ഉത്സാഹമാണ് കേട്ടോ. പിന്നെ അമ്മ പറയും ഇതൊന്നും ചെയ്യണ്ട. പിന്നെ അമ്മയാണ് ഇതൊക്കെ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ച് പോകുമ്പോൾ അമ്മ പറയും വേണ്ട, നിങ്ങൾ പോയിട്ട് ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്, പഠിച്ചാൽ നല്ല പൊടി കിട്ടും, അപ്പോൾ നിങ്ങളിപ്പോൾ പോയിട്ട് ഇരുന്ന് പഠിക്കുക എന്ന് പറയും. എന്നാലും അവധി ദിവസങ്ങളിൽ അമ്മ നമുക്ക് ഈ ജോലികളൊക്കെ ചെയ്യാൻ തരും കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അമ്മ പറയും എന്നാൽ പിന്നെ നിങ്ങൾക്ക് ദിവസം രാവിലെ എണ്ണം ചെയ്താൽ പോരെയെന്ന്. അപ്പോൾ നമ്മളൊക്കെ ചിരിക്കും. പിന്നീടൊരു കാര്യമുണ്ട്, ഇതുപോലെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്കോ ഇങ്ങനെ അസുഖം വരുമ്പോൾ നമുക്ക് അമ്മമാരിങ്ങനെ സഹായിക്കാം അല്ലേ. അങ്ങനെ പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചേട്ടോ. കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മൊത്തം കഴുകി വെച്ച് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് നേരെ കാപ്പി വെക്കലിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കാപ്പി വേഗം വെക്കണം. അങ്ങനെ ഞാൻ നേരെ കാപ്പി വെക്കാൻ വേണ്ടി വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് കിങ്ങിണിയെ ഒന്ന് കളിപ്പിച്ചു. അപ്പോൾ കിങ്ങിണി മാവിൻ ഒന്ന് ഉഷാറായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളമൊക്കെ തിളച്ച് പകുതി ആയപ്പോഴത്തേക്കും കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് ആക്കി വെച്ച് എന്നിട്ട് പാട്ടയിലേക്ക് കുറച്ച് പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ച് നല്ലപോലെ ആറ്റിയെടുത്തു. അപ്പോഴത്തേക്കും അമ്മ ഉറക്കവും കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അമ്മ കണ്ടത്. അപ്പോൾ അമ്മ പറഞ്ഞു നീ ചെയ്യേണ്ട, മാറി നിനക്ക് പറ്റില്ല, അപ്പോൾ ഞാൻ ചെയ്തു തരാമെന്ന്. പിന്നെ അമ്മ വന്ന് ഫ്രിഡ്ജൊക്കെ തുറന്ന് പാലൊക്കെ കൊണ്ടുവച്ച് ഇങ്ങനെ പൂച്ചയെ കുറച്ച് കളിപ്പിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചായക്ക് വേണ്ടിയുള്ള കടിയൊക്കെ എടുത്തു. അവിലും മിക്സ്ചറും തേങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചാച്ചൻ വന്നാൽ ഇതാണ് എപ്പോൾ നമുക്ക് തരുന്നത്. അടിപൊളിയായിരുന്നേ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ള കാപ്പി ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. കുറച്ച് കഴിഞ്ഞ് തണുക്കാൻ വെച്ചിട്ടായിരുന്നു ഒഴിച്ചത്. അങ്ങനെ എല്ലാവർക്കുള്ള കാപ്പിയൊക്കെ ഞാൻ ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് എല്ലാവരും ഇരുന്ന് കുടിച്ചു. അച്ഛനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അത് കഴിഞ്ഞിട്ട് കിങ്ങിണി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കിങ്ങിണിക്ക് ഇത്തിരി മിക്സ്ചർ കൊടുത്തു. അപ്പോൾ കിങ്ങിണിക്കാണെങ്കിൽ മിക്സ്ചറൊന്നും വേണ്ട, അവൾക്കാണെങ്കിൽ മീനിൻ്റെ തല മാത്രം മതി. മീൻ മുറിക്കുന്ന കണ്ട് അവൾക്ക് ഭയങ്കര കൊതിയാണ്. അങ്ങനെ അവിടെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവളുടെ അമ്മ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാപ്പി മൊത്തം കുടിച്ചില്ലായിരുന്നു, മൊത്തം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാവയാണെങ്കിൽ പാക്കറ്റ് വഴി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് അവിലൊന്നും വേണ്ട, അവൾക്ക് മിക്സ്ചർ മാത്രം മതിയായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ കാര്യം നോക്കി പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നേരെ കുളിക്കാൻ വേണ്ടി കയറി. സമയം 6 മണി ആവാറായിട്ടോ. അങ്ങനെ ഞാൻ നേരെ കുളിച്ചിറങ്ങി വന്നു. എന്നിട്ട് മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി. ഈ കാണുന്ന മുടിയൊന്നുമല്ല എൻ്റെ മുടി, നല്ല ജടയാണ്. നല്ലോണം ചീകി ഒതുക്കണം കേട്ടോ. ചീകി ഒതുക്കി നല്ല വൃത്തിയാക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ പറഞ്ഞു വാവ നീ പോയി കുളിക്കുന്നു. അങ്ങനെ വാവ കുളിക്കാൻ കയറി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വിളക്ക് കത്തിക്കാൻ പോവാം. അപ്പോൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കി ഇടുകയാണ്. വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ലൈറ്റൊക്കെ ഇടും കേട്ടോ. അങ്ങനെ അടുക്കള ഉൾപ്പെടെ എല്ലാ ലൈറ്റും ഓഫാക്കി നേരെ വിളക്ക് കത്തിക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് എത്താത്തതുകൊണ്ട് കസേരയിൽ കയറിയിട്ടാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത്. അങ്ങനെ വിളക്ക് കത്തിച്ച് നല്ലോണം പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് അടുത്ത പരീക്ഷ ഇംഗ്ലീഷാണ്, 28-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് മലയാളം പരീക്ഷയാണ് കഴിഞ്ഞത് കേട്ടോ. അങ്ങനെ നല്ലോണം പ്രാർത്ഥിച്ച് എന്നിട്ട് താഴെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒരു സെൽഫി മോഡിൽ ഒരു വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞാനും അവനും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പഠിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇംഗ്ലീഷിനുള്ള പാഠങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഹിന്ദി വായിച്ചു നോക്കുകയാണ്. ഹിന്ദി ചെറിയൊരു പാടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ വായിച്ചു വെക്കുന്നത്. അങ്ങനെ ഹിന്ദിയൊക്കെ ഒന്ന് മനപ്പാടാക്കി. ഹിന്ദി എന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു പാടുണ്ട്, എന്നാലും എനിക്ക് എക്സാമിനൊക്കെ ഫുൾ മാർക്ക് കിട്ടും കേട്ടോ, എ കിട്ടും. അപ്പോൾ ഗൈസ്, ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞു, അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചു. നേരെ കിടന്നുറങ്ങാൻ പോവാണ്. നാളെ സ്കൂളുണ്ട്, അപ്പോൾ നാളെ രാവിലെ എണീക്കണം. അതിന് വേണ്ടി നേരത്തെ കിടന്നുറങ്ങി നമുക്ക് നേരത്തെ എണീക്കാം. അപ്പോൾ ബൈ.